الحمد لله حمدا كثيرا طيبا مباركا فيه نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ولا تقف ما ليس لك به علم إن السمع والبصر والفؤاد كل أولئك كان عنه مسؤولا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി പാലിച്ചും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. കഴിഞ്ഞ ഏതാനും ഖുതുബകളിലായി നമ്മൾ പറഞ്ഞത് ഉറപ്പായും നശിച്ചു പോകുന്ന, വഴിപഴച്ചു പോകുന്ന ചില കാര്യങ്ങളെപ്പറ്റിയാണ്. അതിലൊന്നാമത്തേത് നമ്മൾ സൂചിപ്പിച്ചത്, അല്ലാഹുവും റസൂലും ഏതെങ്കിലും ഒരു വിഷയത്തിൽ വിധി കൽപ്പിച്ചു കഴിഞ്ഞാൽ, തീരുമാനമറിയിച്ചു കഴിഞ്ഞാൽ, അതിന് വിരുദ്ധമായി എനിക്ക് സ്വതന്ത്രമായ ഒരു അഭിപ്രായം ഉണ്ടായിരിക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു സ്വതന്ത്ര അഭിപ്രായം എനിക്കുണ്ടായാൽ നിശ്ചയമായും ളലാലത്തിലായിരിക്കും അതിൻ്റെ പര്യവസാനം, നാശത്തിലായിരിക്കും. രണ്ടാമത്തേത് നമ്മൾ സൂചിപ്പിച്ചത്, പ്രമാണങ്ങളില്ലാതെ അന്ധമായി ഒരു വിഷയത്തെയും പിൻപറ്റരുത് എന്നുള്ളതാണ്. അന്ധമായി ഒരു തെളിവുമില്ലാതെ ഒരു കാര്യത്തെ നമ്മൾ പിൻപറ്റരുത്, തഖ്ലീദ് ചെയ്യരുത് എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ വിഷയം, അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്ത് ഇസ്രാഇന്റെ 36-ാമത്തെ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചു. ആമുഖമായി ഞാൻ ഓതി വെച്ചത് ആ ആയത്താണ്. വളരെ വിശാലമായൊരു വിഷയമാണ് റബ്ബ് സുബ്ഹാനഹു തആല ഇവിടെ സംസാരിക്കുന്നത്. വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽമ. നിനക്ക് ഇൽമില്ലാത്ത, അറിവില്ലാത്ത കാര്യങ്ങളുടെ
പുറകെ പോകരുത്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നിശ്ചയമായിട്ട് നിന്റെ കാത്, നിന്റെ കണ്ണ്, നിന്റെ ഹൃദയം ഇത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഏതൊരു വിഷയത്തിലും നീ ഇടപെടുകയാണെങ്കിൽ വ്യക്തമായ അറിവുള്ള കാര്യങ്ങളിൽ മാത്രം മുഴുകുക. നിനക്കറിവില്ലാത്ത കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാതിരിക്കുക, അതിൽ ഇടപെടാതിരിക്കുക, അതുമായി കണക്ഷനില്ലാതെ നീ കാത്തു സൂക്ഷിച്ചുകൊള്ളണം. ഇതൊരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ പാലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്കാരമാണത്. അതൊരു വ്യക്തിയെപ്പറ്റിയായാലും, ഒരു ചുരുങ്ങിയതൊരു വ്യക്തിയെപ്പറ്റി ആയാലും, എനിക്കറിവില്ലാത്ത കാര്യങ്ങൾ, അയാളെപ്പറ്റി എനിക്ക് കൃത്യമായി അറിവില്ലാത്ത കാര്യങ്ങൾ അത് സ്വീകരിക്കുന്നത് പാടില്ല. ഇനി അത് വിശാലമായി പണ്ഡിതന്മാർ വിശദീകരിക്കുമ്പോൾ കാണാം, ഗൈബിയായ കാര്യങ്ങളിൽ വരെ, അദൃശ്യമായ കാര്യങ്ങളിൽ വരെ എനിക്ക് വ്യക്തമായിട്ട് അറിവില്ലാത്ത കാര്യങ്ങൾ ആളുകൾ എത്ര വലിയവർ പറഞ്ഞാലും ശരി അത് സ്വീകരിക്കാതിരിക്കുക എന്നത് അള്ളാഹു നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. നമുക്ക് വ്യക്തമായ അറിവില്ലാത്ത ഒന്നിൻ്റെ പിറകെ നമ്മൾ പോകുമ്പോൾ സംഭവിക്കുന്നത് വഴികേടാണ്. എന്തൊരു വിഷയം, വിശ്വാസപരമാകട്ടെ മറ്റ് ഏത് രൂപത്തിലുള്ള വിഷയമാകട്ടെ, ഏത് വിഷയത്തിലും വ്യക്തമായ പ്രമാണമില്ലാത്ത ഒരു ഇൽമ്, വ്യക്തമായ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അല്ലാത്ത ഒരു സംസാരം സത്യവിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് വരാൻ പാടില്ല. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ പഠിപ്പിക്കുന്നത്. നമ്മൾ ആലോചിക്കുക, നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം മനുഷ്യരെ വഴിപഴപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ വഴികേടിൻ്റെ കേന്ദ്രങ്ങളും നമ്മളെ പരിശീലിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു കാര്യം തെളിവില്ലാതെ അത് സ്വീകരിക്കാൻ നമ്മളെ പഠിപ്പിക്കലാണ്. ഒരു കാര്യം തെളിവില്ലാതെ സ്വീകരിക്കാൻ നമ്മളെ പഠിപ്പിക്കലാണ്. നമ്മൾ ആലോചിച്ച് നോക്കി, ഇപ്പോൾ ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധം നടക്കുകയാണ്, ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നം നടക്കുകയാണ്. നമുക്കെല്ലാം നമ്മുടെ വാട്സപ്പിലൊക്കെ ഒരു ഗുണകാംക്ഷയോട് കൂടിയിട്ടുള്ളൊരു മെസ്സേജ് വരും. എന്താ? ഗസ വളഞ്ഞിരിക്കുകയാണ്, വിശ്വാസികൾ സൂറത്തുൻ നസർ 1000 തവണ പാരായണം ചെയ്തുകൊണ്ട് ഫലസ്തീനികൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലെങ്കിൽ സൂറത്ത് ഫത്ഹ് 100 തവണ പാരായണം ചെയ്ത് ഫലസ്തീനികൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇത്ര ദിക്ർ, ഇത്ര ദുആ 10,000 വട്ടം, 1000 വട്ടം, 100 വട്ടം, മഗ്രിബിന് മുൻപ്, മഗ്രിബിന് ശേഷം, ഇങ്ങനെ ഓരോന്നും നിശ്ചയിച്ചിട്ട് നമുക്ക് വാട്സപ്പുകളിൽ മെസ്സേജുകൾ വരും. നമ്മളത് സ്വീകരിക്കും. നമ്മൾ ആലോചിച്ച് നോക്കൂ, ആരാണ് ഇത് പറഞ്ഞു തരേണ്ടത്? മുസ്ലിങ്ങൾക്ക് ഒരു ആപത്ത് ബാധിച്ചാൽ, മുസ്ലിങ്ങളിലൊരു വിഭാഗത്തിന് പ്രയാസമുണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി സൂറത്ത് ഫത്ഹോ സൂറത്തു നസ്റോ ഓതിയിട്ട് 1000 തവണ ഓതിയിട്ട് ദിക്ർ ചെയ്തിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണമെന്ന സിസ്റ്റം പഠിപ്പിക്കേണ്ടതാരാ? ആ സിസ്റ്റം ആരാ പഠിപ്പിക്കേണ്ടത്? ആ സിസ്റ്റത്തിന് എന്താണ് പ്രശ്നം? സൂറത്തു നസ്റല്ലേ, സൂറത്ത് ഫത്ഹ് അല്ലേ? കൃത്യമായി ഇമാം ബുഖാരി ഉദ്ധരിച്ച സ്വഹീഹായ സനദിൽ വന്ന ദിക്റല്ലേ? ശരി, ആ ദിക്ർ ഇന്ന സ്ഥലത്തിന് ചൊല്ലണം, ഇന്ന കാര്യത്തിന് ചൊല്ലണം. ആരാ നിന്നെ പഠിപ്പിച്ചത്? മതമെന്ന് പറയുന്നത് എനിക്കോ നിങ്ങൾക്കോ ഈ ഭൂലോകത്തെ മുഴുവൻ മുസ്ലിമീങ്ങൾക്കും, എത്ര വലിയ ആലിമായാലും ശരി, അയാൾക്ക് അയാളുടെ ചിന്തയിൽ സമർപ്പിക്കാനുള്ളതല്ല. ദീൻ എന്ന് പറഞ്ഞാൽ ഖാലല്ലാഹു വറസൂൽ, അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. ഖാലല്ലാഹ് വഖാല റസൂൽ, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മനുഷ്യൻ അതിനെപ്പറ്റി സംസാരിക്കാൻ പാടില്ല, അവരുടെ സംസാരങ്ങൾ എടുക്കാൻ പാടില്ല. നമ്മളെ പരിശീലിപ്പിക്കണം. എന്തിന്? ഇൽമില്ലാതെ കാര്യങ്ങളുടെ പിറകിൽ പോകാൻ നമ്മളെ പഠിപ്പിക്കുക, നമ്മളെ പരിശീലിപ്പിക്കുക. അങ്ങനെയാണ് ഒരു ജനതയെ വഴിപഴപ്പിക്കാൻ പറ്റുക. നമ്മളിതൊക്കെ എല്ലാ പൂർവ്വ സമുദായങ്ങളെ ചരിത്രങ്ങൾ എടുത്തു നോക്കിക്കോ, എല്ലാ പൂർവിക സമുദായങ്ങളെ ചരിത്രം എടുത്തോ, ആ ചരിത്രം മുഴുവൻ അവരുടെ വഴികേട് ആരംഭിക്കുന്നത് അവരുടെ നബിമാര് പഠിപ്പിക്കാത്ത കഥകൾ അവർ കേൾക്കാൻ തുടങ്ങിയപ്പോഴാണ്, അത് വിശ്വസിക്കാൻ തുടങ്ങിയപ്പോഴാണ്. അവരുടെ വേദഗ്രന്ഥങ്ങൾ സംസാരിക്കാത്ത ചരിത്രങ്ങളും കഥകളും അത്ഭുത കഥകളുമൊക്കെ അവർക്കിടയിൽ സംസാരശീലമായപ്പോഴാണ് അവർ വഴിപഴക്കാൻ തുടങ്ങിയത്.
വഴി പിഴക്കണമെങ്കിൽ ശൈത്താൻ ആദ്യം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഇതുപോലത്തെ വാട്സപ്പ് മെസ്സേജുകളിരിക്കും. പ്രത്യക്ഷത്തിൽ നമുക്കെന്തില്ല, പ്രത്യക്ഷത്തിൽ ഒരു മോശമായിട്ട് തോന്നുന്നില്ല. ഫലസ്തീനികൾക്ക് വേണ്ടി വൈകാരികമായി നമ്മളെ സ്വാധീനിക്കാൻ അത് എളുപ്പമാണ്. ഇങ്ങനെ ഓരോ മെസ്സേജുകൾ വരും. ചില ആളുകൾ കാണാം, സുബഹി നമസ്കരിക്കാതെ ആരെങ്കിലും ഉറങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ മുഖത്തിൻ്റെ പ്രകാശം കെട്ടുപോകും. ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ? മഗ്രിബ് നമസ്കാരം വൈകിച്ചാൽ അവൻ്റെ വീട്ടിൽ ദാരിദ്ര്യത്തിന് സാധ്യതയുണ്ടാകും. എന്തിനത് പഠിപ്പിക്കണത്? നമ്മൾ വിചാരിക്കും സുബഹിസ്കരിപ്പിക്കാനും മഗ്രിബിസ്കരിപ്പിക്കാനും വേണ്ടിയിട്ടാണെന്നാണ്. അല്ല, മനുഷ്യന്മാർ ദീനിന്റെ പേരിൽ ഒരു മഹത്വമുള്ള കാര്യം പറഞ്ഞാൽ ഹാതു ബുർഹാനക്കും, തെളിവ് കൊണ്ടുവാ എന്ന് ചോദിക്കാതെ വിഴുങ്ങുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അവരെ തളച്ചിടുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നാലേ ഷിർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും. ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ട്, ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബേസ്ലെസ് ആയ സാധനമാണ്, ഒരടിത്തറയില്ലാത്ത സാധനമാണ് ഷിർക്ക് എന്ന് പറഞ്ഞാൽ. ഷിർക്കിന് യാതൊരു പ്രമാണവും ഇല്ല. പക്ഷെ ഷിർക്ക് ഒരു മനുഷ്യന്റെ മനസ്സിൽ കൊണ്ടുവരണമെങ്കിൽ പ്രമാണം എവിടെ എന്ന് ചോദിച്ച് കാര്യങ്ങൾ വിലയിരുത്തി പഠിക്കാത്തൊരു സിസ്റ്റത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുവരണം. അപ്പോഴേ ഷിർക്കിന് കടന്നു വരാൻ പറ്റും. ആലോചിക്കുക, വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന, അള്ളാഹുവിന് പുറമെ പിന്നെ മഹാത്മാക്കളെ വിളിച്ച് തേടിയിരുന്ന ആളുകളെ പറ്റി പറയുമ്പോൾ ഖുർആന്റെ പ്രയോഗമുണ്ട്. സൂറത്ത് ഇസ്രാ നിങ്ങൾ എടുത്തു നോക്കുക. വിശുദ്ധ ഖുർആൻ പറഞ്ഞു അവിടെ, ഖുൽ ഉദ്ഉല്ലദീന സഅംതും മിൻ ദൂനിഹി ഫലാ യംലികൂന കശ്ഫൽ ദുർരി അൻകും വലാ തഹ്ബീല. ഖുൽ, പ്രവാചകരെ പറഞ്ഞു കൊടുക്ക്, ഉദ്ഉല്ലദീന സഅംതും മിൻ ദൂനിഹി, അവന് പുറമെ, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ദുആ ചെയ്യുന്ന ആളുകൾ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആളുകൾ, നിങ്ങൾ സഹായം തേടുന്ന ആളുകൾ അവരുണ്ടല്ലോ, ഫലാ യംലികൂന കശ്ഫൽ ദുർരി അൻകും വലാ തഹ്ബീല, അവർ നിങ്ങൾക്കൊരു ഉപദ്രവം തടുത്തു തരില്ല, നിങ്ങളുടെ സ്ഥിതിഗതികളിൽ ഒരു മാറ്റം വരുത്തില്ല. എന്തിനാ നിങ്ങൾ പടച്ചവനല്ലാത്തവരോട് വിളിക്കുന്നത്? എന്തിനാ പടച്ചവനല്ലാത്തവരെ നിങ്ങൾ വിളിക്കുന്നത്? ആ വിളിക്കുന്നത് എന്തെങ്കിലും ഒരു ഉപദ്രവം നീക്കാനായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥയിൽ നിങ്ങൾക്കൊരു മാറ്റം ആവശ്യമുണ്ട്. ഇതിനാണല്ലോ ആളുകൾ ഔലിയാക്കന്മാരെ, അമ്പിയാക്കന്മാരെ, ദൈവങ്ങളെ, മറ്റ് വിഗ്രഹങ്ങളെ ഒക്കെ വിളിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? ഇങ്ങനെ എന്തെങ്കിലൊക്കെ സഹായം ലഭിക്കാൻ വേണ്ടിയിട്ടാ. പടച്ചോൻ ആ ചിന്തക്ക് അടിയിൽ അല്ല ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടു. എന്താ? ഫലാ യംലികൂന കശ്ഫൽ ദുർരി അൻകും വലാ തഹ്വീല. ഇത് വിശ്വാസി നെഞ്ചിൽ കുത്തിവെച്ചോളണം. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ സ്ഥിതിഗതിയിൽ ഒരു മാറ്റം വരുത്താൻ പടച്ചവന് പുറമെ വിളിച്ച് തേടപ്പെടുന്ന ഒരാൾക്കും സാധ്യമല്ല. അല്ലാഹു പറയാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതുമ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ വിളിക്കാത്തതൊന്നും ഇന്ന് ലോകത്തൊരാളും വിളിക്കണില്ല. മക്കയിലെ മുശ്രിക്ക് ആരൊക്കെ വിളിച്ചിരുന്നു? അമ്പിയാക്കന്മാരെ വിളിച്ചിരുന്നു. ഇന്നും ലോകത്ത് അമ്പിയാക്കന്മാരെ വിളിച്ച് തേടുന്നുണ്ട്. മക്കയിലെ മുശ്രിക്കുകൾ ഔലിയാക്കന്മാരെ വിളിച്ചിരുന്നു. ഇന്നും ലോകത്ത് ഔലിയാക്കന്മാരെ വിളിച്ച് തേടുന്നവരുണ്ട്. മക്കയിലെ മുശ്രിക്കുകൾ മലായിക്കത്തുകളെ വിളിച്ച് തേടിയിരുന്നു. ഇന്നും മലക്കുകളെ വിളിച്ച് തേടുന്നവരുണ്ട്. മക്കയിലെ മുശ്രിക്കുകൾ ജിന്നുകളെയും ശൈത്താനെയും വിളിച്ച് തേടിയിരുന്നു. ഇന്നും ജിന്നുകളെയും ശൈത്താന്മാരെയും വിളിച്ച് തേടുന്ന ആളുകളുണ്ട്. ശൈത്താൻ ആരാധകരായ ആളുകളുണ്ട്. നമ്മുടെ ഈ കൊച്ചിയിൽ പോലും ശൈത്താൻ പൂജ നടത്തുന്ന, അതിൻ്റെ ഒരു സൊസൈറ്റിയായി വർത്തിക്കുന്ന ആളുകൾ നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ വിളിക്കാത്ത ആരും ഇന്നും വിളിക്കപ്പെടുന്നില്ല. അത് വേറെ പേരിലാകാം, വേറെ ഭാഷയിലാകാം. പക്ഷേ ആരാണ്? ഒന്നില്ലെങ്കിൽ പിന്നെ മഹാത്മാക്കൾ, മരണപ്പെട്ടു പോയ മഹാത്മാക്കളായിട്ടുള്ള മനുഷ്യന്മാർ, അല്ലെങ്കിൽ ഗൈബിയായ സൃഷ്ടികൾ. ഇതിനെയാണ് അവർ വിളിച്ച് തേടിയിരുന്നത്. അവരെ പ്രതിനിധീകരിക്കുന്ന വിഗ്രഹങ്ങൾ. വിഗ്രഹങ്ങൾ സ്വതന്ത്രരല്ല, മറിച്ച് ഒരു വലിയനെയോ ഒരു അമ്പിയാക്കളിൽ നിന്നുള്ള ആളുകളെയോ അതുപോലെ തന്നെ ഈ പറഞ്ഞ ഗൈബിയായിട്ടുള്ള പിന്നെ സൃഷ്ടികളെയോ പ്രതിനിധീകരിക്കുന്ന വിഗ്രഹങ്ങൾ, ശവകുടീരങ്ങൾ. ഇതിനെയാണ് മക്കയിലെ മുശ്രിക്കുകൾ വിളിച്ചു തേടിയത്. ഈ തേടിയതിനെയൊക്കെ ചേർത്തിട്ടല്ല പറഞ്ഞു, ഖുൽ, നബിയെ പറഞ്ഞു കൊടുത്തോ, ഇബ്രാഹിം നബിനെ വിളിച്ച മക്കാ മുശ്രിക്കിന് പറഞ്ഞു കൊടുത്തോ, ലാത്ത എന്ന വലിയനെ വിളിച്ച മക്കയിലെ മുശ്രിക്കിന് പറഞ്ഞു കൊടുത്തോ, അല്ലദീന സഅംതും മിൻ ദൂനിഹി, പടച്ചവന് പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്ന, ഉദ്ഉല്ലദീന സഅംതും മിൻ ദൂനിഹി, പടച്ചവന് പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്ന ആളുകളുണ്ടല്ലോ, അവരെ പറ്റിയിട്ട് മനസ്സിലാക്കിക്കോ. ഫലാ യംലികൂന കശ്ഫൽ ദുർരി അൻകും വലാ തഹ്ബീല. ഉറപ്പിച്ചു വെച്ചോളണത്. ഒരു അണുമണി ജീവിതത്തിൽ
അവരെന്ത് ചെയ്തു തരില്ല? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം അവരുണ്ടാക്കി തരില്ല. തേടിയത് കിട്ടൂല. ഇത് വിശ്വസിച്ചോളണം. ഇതാണ് ഹക്ക്. ഈ ഹക്കിന് പുറത്ത്, ഈ ഹക്കിന് വെളിയിൽ നമ്മളെ ചില കറാമത്ത് കഥകൾ പഠിപ്പിക്കും ചില ആളുകൾ. എന്തിനാ? ഇങ്ങനെ ഹക്ക് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്? കാര്യം സ്വീകരിക്കരുത്. പ്രമാണം നോക്കിയിട്ട് വിശ്വാസം പരിവർത്തിപ്പിക്കുന്ന നിലപാടിൽ നിന്ന് വ്യതിചലിപ്പിക്കണം. അതിനാണ് കറാമത്ത് കഥകൾ. കറാമത്ത് കഥകൾ നാട്ടിൽ ഇങ്ങനെ വാഴ്ന്നു പറഞ്ഞുകൊണ്ടിരിക്കുക. ഏത് കറാമത്ത് ആര് പറഞ്ഞു? നമ്മൾ നോക്കും, പല കറാമത്തുകളും നമുക്ക് മുമ്പിൽ ഇങ്ങനെ പറഞ്ഞു തരുന്നത് എന്തിനാ? പ്രമാണമില്ലാതെ മതം സ്വീകരിക്കുന്നവരാക്കാൻ വേണ്ടി. പ്രമാണം ചോദിക്കണം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ. നിനക്ക് ഇൽമില്ലാതെ, നിനക്ക് അറിവില്ലാതെ നീ അതിന്റെ പുറകിൽ പോകരുത്. ഒരു കഥ കേട്ടാൽ ഹാതു ബുർഹാനക്കും, തെളിവ് കൊണ്ടുവാ, പ്രമാണം കൊണ്ടുവാ. ഇങ്ങനെ ചോദിക്കുന്നവരായിട്ട് നിങ്ങൾ മാറണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിക്കുക. എന്നിട്ട് ഖുർആൻ പഠിപ്പിച്ചെന്നു. നിങ്ങൾ ഈ പറയുന്ന ആളുകളെ പറ്റിയിട്ട് അള്ളാഹുവിന് പുറമെ നിങ്ങളെ ഉത്തരം ചെയ്യും എന്ന് വിചാരിക്കുന്ന ആളുകളെ പറ്റി അല്ലാഹ് പറയാണ്, ഉലൈകല്ലദീന യദ്ഉന യബ്തഊന ഇലാ റബ്ബിഹിമുൽ വസീല അയ്യുഹും അഖറബു വയർജൂന റഹ്മതഹു വയഖാഫൂന അദാബഹു ഇന്ന അദാബ റബ്ബക കാന മഹ്ദൂറ. ശുദ്ധ ഖുർആൻ പിന്നെ വിശദീകരിച്ചില്ല. പടച്ചവനെ പുറമെ നിങ്ങൾ വിളിച്ച് തേടുന്നവരുണ്ടല്ലോ, അവർ ഒരു അണുമണി നിങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനിക്കൂല, ഇടപെടൂല, നിങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കൂല, നിങ്ങൾക്ക് ദുരന്തങ്ങൾ മാറ്റിത്തരില്ല, നിങ്ങളുടെ ജീവിത അവസ്ഥയിൽ സ്ഥിതിഗതികൾക്ക് മാറ്റമുണ്ടാക്കൂല എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പറയാ, അവർ തന്നെ നിങ്ങളാ വിളിച്ചു തേടുന്ന ആളുകൾ, ഉലൈക അക്കൂട്ടർ അല്ലദീന യദ്ഊന യബ്തഊന ഇലാ റബ്ബിഹിമുൽ വസീല, അവർ തന്നെ പടച്ചവനിലേക്ക് വസീല തേടിക്കൊണ്ടിരിക്കുക, പടച്ചവനിലേക്ക് മാർഗം സാമീപ്യം തേടിക്കൊണ്ടിരിക്കുക. അയ്യുഹും അഖറബു, അവരിൽ പടച്ചവനോട് ഏറ്റവും അടുത്ത മഹാത്മാക്കളായ ആളുകൾ, വയർജൂന റഹ്മതഹു വയഖാഫൂന അദാബഹു, അവന്റെ അദാബ് പേടിച്ച് അവന്റെ കാരുണ്യം ആശിച്ച് അവനിലേക്ക് സാമീപ്യം തേടിക്കൊണ്ടിരിക്കുന്നവരാണ് നിങ്ങൾ ഈ വിളിച്ചു തേടുന്ന മഹത്തുക്കൾ. അപ്പൊ മഹാത്മാക്കൾ ആരാ? അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരാണ്. പടച്ചവനിലേക്ക് വസീല തേടിക്കൊണ്ടിരിക്കുന്നവരാണ്, പടച്ചവനെ പേടിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അവരെയാണ് നിങ്ങൾ വിളിച്ചു തേടുന്നത്. പക്ഷേ അവരെ വിളിച്ചു തേടുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ, ഫലാ യംലികൂന കശ്ഫദ്ദുർരി അൻകും വലാ തഹ്വീല. ഒരു സ്ഥിതിഗതിയിലും മാറ്റം നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. അള്ളാഹുവിന് പുറമെ ആരോട് നിങ്ങൾ തേടിയാലും ആ തേട്ടമുണ്ടല്ലോ, ആ തേട്ടത്തിന് ഉത്തരം ചെയ്യപ്പെടില്ല എന്ന ഈമാനാണ് ഇസ്ലാം വിശ്വാസിന്റെ നെഞ്ചിലേക്ക് ഇട്ടുകൊടുത്തത്. നമ്മളെ മാറി, നമ്മുടെ മനസ്സിൽ നിന്ന് അത് മാറ്റിയത് എങ്ങനെയാ? ഊഹങ്ങൾ കൊണ്ടാണ് മാറ്റിയത്. ഔലിയാക്കന്മാർക്ക് കൊടുത്ത കഴിവ്, അമ്പിയാക്കന്മാർക്ക് കൊടുത്ത കഴിവ്, ആ കഴിവിൽ നിന്ന് അവർ സഹായിച്ചെങ്കിലോ, അങ്ങനെ നമ്മളെ സഹായിക്കാൻ, നമ്മൾ തേടുമ്പോൾ നമ്മളെ സഹായിക്കാൻ ഔലിയാക്കന്മാർക്ക് അല്ല ഒരു കഴിവ് കൊടുത്തിട്ടുണ്ടോ? അമ്പിയാക്കന്മാർക്ക് അല്ല അങ്ങനെ ഒരു കഴിവ് കൊടുത്തിട്ടുണ്ടോ? പ്രമാണമില്ല. പിന്നെയോ ഉണ്ടെങ്കിലോ നമ്മുടെ ഊഹമാണ്, ലൊന്നാണ്. ഉണ്ടെങ്കിലോ ലൊന്ന്, ഊഹമാണ്, അല്ലാതെ ബുർഹാനല്ല, തെളിവല്ല, മറിച്ച് നമ്മുടെ മനസ്സിന്റെ തോന്നലുകൾ. ആ തോന്നലിനെ പറ്റിയിട്ട് അല്ലാഹ് പറഞ്ഞത് വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ. ഇൽമില്ലാത്ത തോന്നലുകൾക്ക് പിറകിൽ, ലൊന്നുകൾക്ക് പിറകിൽ നിങ്ങൾ പോകരുത് എന്ന് ഖുർആൻ സംസാരിക്കുന്നത് അവിടെയാണ്. അതുകൊണ്ട് അവിടെ നിന്ന് തുടങ്ങും ശിർക്ക്. ശിർക്കിന് കടന്നു വരണമെങ്കിൽ ലൊന്ന് വേണം, ഊഹം വേണം. അങ്ങനെ ഊഹിക്കുമ്പോഴാണ് പിന്നീട് നമ്മൾ പറഞ്ഞു തുടങ്ങും, ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരു പ്രയാസം വലിയനോട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന ജാറത്തിൽ പോയി സമർപ്പിച്ചു കഴിഞ്ഞാൽ, ഇന്ന ഔലിയാക്കളോട് തേടിക്കഴിഞ്ഞാൽ, ഇന്ന നബിമാർക്ക്, ഇന്ന ബീബിമാർക്ക്, ഇന്ന മഹാത്മാക്കൾക്ക് ഞാൻ സമർപ്പിച്ചു കഴിഞ്ഞാൽ, നേർച്ച ചെയ്തു കഴിഞ്ഞാൽ, ഇസ്തിഗാസ ചെയ്തു കഴിഞ്ഞാൽ, അവരോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ, അവരുടെ ജാറങ്ങളിൽ നിന്ന് മന്ത്രിച്ചു കൊണ്ടുവന്ന ചരടുകളും ഐക്കല്ലുകളും ഞാൻ ഉപയോഗിച്ചാൽ എൻ്റെ പ്രശ്നങ്ങൾ അവർ തടുത്തു തരും, തടഞ്ഞു തരും, എന്നെ സംരക്ഷിച്ചു തരും. തെളിവെന്താ? ഒരു തെളിവില്ല. അല്ല കൊടുത്തിട്ടുണ്ടെങ്കിലോ, അല്ല കൊടുത്ത കഴിവിൽ പെട്ടിട്ടുണ്ടെങ്കിലോ ലൊന്നാണ്. ആ ലൊന്ന് ഖുർആൻ പറയണ്ടേ? അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയെങ്കിലും വിശുദ്ധ ഖുർആൻ മറിച്ചു നോക്കിയിട്ട് എവിടെയെങ്കിലും മരണപ്പെട്ടു പോയ മഹാത്മാക്കൾ,
മരണപ്പെട്ടു പോയ മഹാത്മാക്കൾ, ആലമുൽ ഗൈബിലുള്ളവർ. ശരിക്കും മനസ്സിലാക്കണേ, മരണപ്പെട്ട മഹാത്മാക്കൾ എന്ന് പറഞ്ഞാൽ അവരെവിടെയാണ്? ആലമു ഷഹാദയിലാണോ? അല്ല, ആലമുൽ ഗൈബിൽ. ആലമു ഷഹാദ, ആലമുൽ ഗൈബ് എപ്പോഴും ഓർത്തു വെക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ പടച്ചിട്ടുള്ളത് ആലമു ഷഹാദയിലാണ്. ദൃശ്യപ്രപഞ്ചം, മലയാളത്തിൽ നമുക്ക് അങ്ങനെ പറയാം, ആലമു ഷഹാദ ദൃശ്യപ്രപഞ്ചം. ആലമുൽ ഗൈബ് എന്ന് പറഞ്ഞാൽ അദൃശ്യപ്രപഞ്ചം. അങ്ങനെ രണ്ട് പ്രപഞ്ചമുണ്ട്. ഒരാൾ മരിച്ചാൽ, ആലമു ഷഹാദയിൽ നിന്ന് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ പിന്നെ ചെല്ലുന്നത് എവിടേക്കാ? ബർസഖിലേക്കാണ്. ഖബർ ജീവിതം നമ്മൾ പറയുമല്ലോ, ബർസഖിലേക്കാണ്. ആ ബർസഖ് ആലമുൽ ഗൈബിൽ പെട്ടതാണ്. ആലമുൽ ഗൈബിൽ പെട്ടതാണ്. ആ ആലമുൽ ഗൈബിൽ നിന്ന് ഒരു മനുഷ്യൻ മറ്റൊരു ആലമു ഷഹാദയിലുള്ള മനുഷ്യനെ അവന്റെ വിളി കേട്ട് സഹായിക്കുന്ന ഒരു ചിത്രം വിശുദ്ധ ഖുർആൻ മറിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാനേ സാധ്യമല്ല. ഒരു ആയത്ത് ശ്രദ്ധിച്ചോളണേ. എന്താ ആയത്ത്? ആലമു ഷഹാദയിൽ നിന്ന് ഒരു മനുഷ്യൻ ആലമുൽ ഗൈബിൽ ബർസഖി ലോകത്ത്, റൂഹുകളുടെ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യനോട് തേടിയിട്ട് ആലമുൽ ഗൈബിൽ നിന്ന് ആലമു ഷഹാദയിലേക്ക് ആ മനുഷ്യൻ സഹായിക്കുന്ന ഒരു ചിത്രം ഖുർആൻ നമുക്ക് കാണിച്ചു തന്നിട്ടില്ല എന്ന് മാത്രമല്ല, അത്തരം ചിത്രങ്ങൾ ഹൃദയത്തിൽ കൊത്തിവെച്ചവരുടെ മുൻപിൽ ഫലാ യംലികൂന കശ്ഫൽ ദുരി അൻകും വലാ തഹ്ബീല, നിനക്ക് ഒരു മാറ്റവും ഒരു ഉപകാരവും അവർ ചെയ്തു തരില്ല എന്ന് പഠിപ്പിക്കാനാണ് ഖുർആൻ വന്നത്, എന്ന് പറഞ്ഞു തരാനാണ് ഖുർആൻ വന്നത്. ഖുർആൻ ഇത് അവതരിക്കുന്ന കാലത്ത് ഈ ചിത്രം ആരുടെ മനസ്സിലുണ്ട്? അബൂജഹലിന്റെ മനസ്സിലുണ്ട്. ഏത് ചിത്രം? ആലമു ഷഹാദയിൽ നിന്ന് ആലമുൽ ഗൈബിലുള്ള ലാത്തയെ ഞാൻ വിളിച്ചാൽ ലാത്ത ഉത്തരം ചെയ്യുമെന്ന് വിശ്വസിച്ച ഒരാളായിരുന്നു അബൂജഹൽ. ശരിക്ക് ആ ചിത്രം നമ്മൾ മനസ്സിലാക്കണം. മക്കാ മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ എന്താ? അവരുടെ വിശ്വാസം എന്താ? ആലമു ഷഹാദയിൽ നിന്ന് ആലമുൽ ഗൈബിലുള്ള മനാത്തയെ വിളിച്ചാൽ, ആലമുൽ ഗൈബിലുള്ള വദ്ദിനെ, യഊദിനെ, യഊസിനെ, നസ്റിനെ, ഇബ്രാഹിം നബിയെ, ഇസ്മായിൽ നബിയെ, അതുപോലെ മഹാത്മാക്കളായിട്ടുള്ള ആളുകളെ ഞാൻ ആലമു ഷഹാദയിൽ നിന്ന് വിളിച്ചാൽ ആലമുൽ ഗൈബിൽ നിന്ന് അവരെനിക്ക് ഉത്തരം ചെയ്യുമെന്ന് വിശ്വസിച്ച മക്കയിലെ മുശ്രിക്കുകളുടെ മുൻപിൽ ഖുർആൻ പറഞ്ഞു ഫലാ യംലികൂന കശ്ഫൽ ദുരി അൻകും വലാ തഹ്ബീല. ആലമുൽ ഗൈബിൽ നിന്ന് ഒരു മാറ്റവും നിനക്ക് ഉണ്ടാക്കാൻ പോകുന്നില്ല. നിന്റെ ഒരു രോമം അവർ പറഞ്ഞു വീഴുന്നത് തടുത്തു നിർത്താൻ പോകുന്നില്ല. ഖുർആൻ പഠിപ്പിക്കണം അങ്ങനെ. ഖുർആന്റെ സംസാര ശൈലി എങ്ങനെയാണ്? നിന്റെ നെറ്റിയിൽ നിന്ന്, നിന്റെ കൺപീലിയിൽ നിന്ന് പറഞ്ഞു വീഴാൻ പോകുന്ന ഒരു രോമം അത് തടുത്തു നിർത്താൻ അവിടെ നിന്നൊരു ഇടപെടൽ നടക്കില്ല. ആലമുൽ ഗൈബിൽ നിന്ന് ഒരു ഇടപെടൽ നടക്കില്ല. ഇത് നീ വിശ്വസിച്ചോളണം. ഇത് വിശ്വസിച്ചിട്ടാണ് നീ ദീനിലേക്ക് വരേണ്ടത്. അതുകൊണ്ടാണ് ഇല്ല, ഒരു ഇടപെടലും നടക്കില്ല എന്ന് വിശ്വസിച്ചവർ സ്വഹാബികളായി മാറി. നടക്കും, ഇടപെടലുകൾ നടക്കും. അല്ലാഹു കൊടുത്ത കഴിവിൽ നിന്ന് തന്നെങ്കിലോ, അല്ലാഹു സുബ്ഹാനഹു തആല മഹാന്മാർക്ക് കറാമത്ത് കൊടുത്തത് അതിൽ നിന്ന് കിട്ടിയെങ്കിലോ, നബിമാർക്ക് മുഅ്ജിസത്ത് കൊടുത്തത് അതിൽ നിന്ന് കിട്ടിയെങ്കിലോ എന്ന് പറഞ്ഞ് തർക്കിച്ചു നിന്നവർ ശിർക്കിൽ തന്നെ നിന്ന് മരണപ്പെട്ടു. അല്ലാഹു പറഞ്ഞതുപോലെ ഇല്ല, എന്റെ ചോദ്യത്തിന് ആലമുൽ ഗൈബിൽ നിന്ന് ഒരു മറുപടി കിട്ടില്ല. ആലമുൽ ഗൈബിൽ നിന്ന് ആലമു ഷഹാദയിലേക്ക് ഒരു മറുപടി കിട്ടില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചവർ മുഅ്മിനീങ്ങളായി മാറി, സിദ്ദീഖീങ്ങളായി മാറി, ശുഹദാക്കളായിട്ട് മാറി. അത് വിശ്വസിക്കാത്തവർ മുശ്രിക്കുകളായിട്ട് മാറി. ഇത് നമ്മുടെ മനസ്സിലുണ്ടാവണം. അത് ആലമുൽ ഗൈബിൽ നിന്ന് മഹാത്മാക്കൾ മാത്രമല്ല, ആലമുൽ ഗൈബിൽ നിന്ന് എൻ്റെ വിളിക്ക് ഒരു ജിന്നോ മലക്കോ ഉത്തരം ചെയ്യും എന്നും നമ്മൾ വിശ്വസിച്ചുകൂടാ. ശരിക്കും നമ്മൾ ഓർത്തോളൂ, ഒരു സംഘവും സംഘടനയും നേതാവും പണ്ഡിതനും പരലോകത്തുണ്ടാവില്ല. എൻ്റെ ഹൃദയത്തിൻ്റെ വിശ്വാസം എന്താ? ഞാൻ ഈ ആലമു ഷഹാദയിൽ നിന്ന് എനിക്കൊരു സഹായം വേണം. ഞാൻ തേടിയാൽ
ആലമുൽ ഗൈബിൽ നിന്ന് അതിന് ഉത്തരം ചെയ്യാൻ പറ്റുന്നവർ ഉണ്ടോ ഇല്ലേ? ഇതാണോ എൻ്റെ വിശ്വാസം? അബൂബക്കർ സിദ്ദീഖിന്റെ വിശ്വാസം എന്തായിരുന്നു? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വിശ്വാസം എന്തായിരുന്നു? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വിശ്വാസം എന്തായിരുന്നു? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വിശ്വാസം എന്തായിരുന്നു? സഹാബത്തിന്റെ വിശ്വാസം എന്തായിരുന്നു? അവർ ആരെയെങ്കിലും സങ്കല്പിച്ചിരുന്നോ? തേട്ടം പോട്ടെ, ചോദ്യം പോട്ടെ, പ്രാർത്ഥന പോട്ടെ, ആരാധന പോട്ടെ, ആദ്യം ഒരു ഊഹം നെഞ്ചിൽ സ്ഥാനം പിടിക്കണ്ടേ? ഒരാൾ മൊഹീദ്ദീൻ ഷെയ്ഖിനോട് തേടുന്നത് എപ്പോഴാ? ഒരാൾ മരണപ്പെട്ടു പോയ മഹാത്മാക്കളോട് തേടുന്നത് എപ്പോഴാ? അയാളെ മനസ്സിൽ ആദ്യം ഒരു ഊഹം സ്ഥാനം പിടിക്കും. ആ ഊഹം എന്താ? ആലമുൽ ഗൈബിൽ നിന്ന് മുഹീദ്ദീൻ ഷെയ്ഖ് ആലമു ഷഹാദയിലുള്ള എനിക്ക് ഉത്തരം ചെയ്യും. ഇത് നെഞ്ചിൽ വന്നാലാണ് ചോദ്യം പിന്നെ തുടങ്ങുക. അതുപോലെ ആരെങ്കിലും ഒരു സഹാബി ആലമുൽ ഗൈബിൽ നിന്ന് തന്റെ ജീവിതത്തിൽ ഉത്തരം ചെയ്യുന്നവരുണ്ട് എന്ന് വിശ്വസിച്ചത് നമുക്ക് കാണാൻ കഴിയുമോ? അബൂബക്കർ റളിയല്ലാഹു അൻഹു ആലമുൽ ഗൈബിൽ നിന്ന് ഉത്തരം ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ സൃഷ്ടി ആരാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആലമുൽ ഗൈബിൽ നിന്ന് എന്റെ തേട്ടത്തിന്, എന്റെ ചോദ്യത്തിന്, എന്റെ ആവശ്യത്തിന് പ്രതികരിക്കുന്ന ഇന്ന പടപ്പുണ്ട്, ഇന്ന വലിയുണ്ട്, ഇന്ന സൃഷ്ടിയുണ്ട് എന്ന് പറഞ്ഞത് എവിടെയാണ്? ആരെപ്പറ്റിയാണ്? എവിടെയാണ് അത് കാണാൻ കഴിയുക? ഒരു സഹാബിയും വിശ്വസിച്ചിട്ടില്ല. ഫലാ യംലികൂന കശ്ഫദ്ദുരി അൻകും വലാ തഹ്ബീല. ഒരു മാറ്റം നിന്റെ ജീവിതത്തിൽ ആലമുൽ ഗൈബിൽ ഉണ്ടാക്കും എന്ന് നീ പ്രതീക്ഷിക്കണ്ട. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രതീക്ഷിച്ചിട്ടില്ല. വലിയമാർ അദ്ദേഹം പ്രതീക്ഷിച്ചില്ല. അമ്പിയാക്കരെ പ്രതീക്ഷിച്ചില്ല. ജിന്നിനെ പ്രതീക്ഷിച്ചില്ല. മലക്കിനെ പ്രതീക്ഷിച്ചില്ല. ഒരു സഹാബിയും പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ പ്രതീക്ഷിക്കാതിരിക്കലിലാണ് ഹക്കുള്ളത്. മറ്റേത് ഊഹമാണ്. മലക്കുകൾ സഹായിച്ചൂടെ? മലക്കുകൾ വിശ്വാസികളെ സഹായിച്ച ചരിത്രമില്ലേ? ഉണ്ട്, ചരിത്രമുണ്ട്. പക്ഷെ വിശ്വാസി മലക്കിനോട് തേടുമ്പോൾ സഹായിച്ച ചരിത്രമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ സഹായിക്കാൻ മലക്കുകളോട് കൽപ്പിച്ചപ്പോ മലക്കുകൾ ഇറങ്ങി വന്ന് സഹായിച്ചിട്ടുണ്ട്. പക്ഷെ വിശ്വാസികൾ മലക്കുകളെ എന്ന് വിളിച്ച് ഇസ്തിഗാസ നടത്തിയപ്പോ മലക്കുകൾ സഹായിച്ചതായിട്ട് അല്ലാഹു പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ ചോദിക്കുമ്പോൾ ഇങ്ങോട്ട് തരാൻ ആലമുൽ ഗൈബിൽ നിന്ന് ഒരാളുണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചു പോകാൻ പാടില്ല. അതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കിക്കോ, ഒരു മനുഷ്യൻ വഴിപഴക്കുന്നതിന് മുമ്പ് അവനിൽ സംഭവിക്കുന്ന മാറ്റം എന്താണ്? പ്രമാണമില്ലാത്ത കർമ്മങ്ങൾ ചെയ്തു തുടങ്ങും. പ്രമാണമില്ലാത്ത കാര്യങ്ങൾ വിശ്വസിച്ചു തുടങ്ങും. സൂറത്തുൻ നസ്ർ 1000 വട്ടം ഞാൻ ഓതിയാൽ ഇസ്രായേൽ തകർന്നു പോകും എന്നവൻ വിശ്വസിക്കും. അള്ളാഹുവിനെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. റസൂലുള്ളാഹിനെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അള്ളാഹുവും റസൂലും പഠിപ്പിക്കാത്ത കാര്യങ്ങൾ വിശ്വസിച്ചു തുടങ്ങും. അള്ളാഹുവും റസൂലും പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ഊഹിച്ചു തുടങ്ങും. ഞാൻ ചോദിച്ചാൽ കേട്ടെങ്കിലോ, കേൾക്കുന്ന പരിധിയിലാണെങ്കിലോ, ഉത്തരം ചെയ്യാൻ കഴിയുന്ന ഭൗതിക കാര്യമാണെങ്കിലോ ഊഹങ്ങളിലേക്ക് അങ്ങനെ വഴിമാറിക്കൊണ്ടിരിക്കും. ആയത്തുണ്ടോ? നീ ചോദിച്ചാൽ കേൾക്കുമോ? ആയത്തുണ്ടോ? കേട്ടാൽ ഉത്തരം ചെയ്യുമോ? ആയത്തുണ്ടോ? നീ ചോദിച്ച കാര്യത്തിന് തിരിച്ചതിന് മറുപടി നൽകാൻ ആലമുൽ ഗൈബിലുള്ളവർക്ക് കഴിയുമോ? ആയത്തുണ്ടോ? അതിനെപ്പറ്റി അവൻ സംസാരിക്കില്ല. അവൻ വേറെ സംസാരിക്കും. നോക്കൂ, വിശുദ്ധ ഖുർആനും റസൂലുള്ളാഹിന്റെ ഹദീസുമല്ലാത്ത ബാക്കിയെല്ലാം പ്രമാണമെന്ന് പറയാൻ പറ്റാത്തതാണ്. ഈ ലോകത്തെ എല്ലാ ആലിമീങ്ങൾ പറഞ്ഞ അവരുടെ കിതാബ് എടുത്തുകൊണ്ട് വന്നാലും അതിനെ പ്രമാണം എന്ന് വിളിക്കാൻ പറ്റില്ല. പ്രമാണം എന്ന് വിളിക്കാൻ പറ്റുക ഖുർആനും സുന്നത്തും മാത്രം. അതുകൊണ്ട് വിശ്വാസികളെ ഈ ക്വാളിറ്റി കീപ്പ് ചെയ്തോളണം. ഇത് ഏതെങ്കിലും ഒരു സംഘടനക്കാരൻ കീപ്പ് ചെയ്യേണ്ട കാര്യമാണോ? ഏതെങ്കിലും ഒരു മുജാഹിദ് മാത്രം കീപ്പ് ചെയ്യേണ്ട കാര്യമാണോ? ഏതെങ്കിലും ഒരു സുന്നി, ഏതെങ്കിലും ഒരു ജമാഅത്തുകാരൻ, ഏതെങ്കിലും ഒരു തബ്ലീഗുകാരൻ അയാൾ മാത്രം ഇങ്ങനെ സൂക്ഷിക്കേണ്ട കാര്യമാണോ? എല്ലാ വിശ്വാസികളും ഉറപ്പിക്കണം. എല്ലാ വിശ്വാസികളും സംഘടനാതീതമായിട്ട് ഉറപ്പിക്കണം. ആയത്തും ഹദീസും വെക്കാത്ത ഒരു കഥയും ഞാൻ വിശ്വസിക്കില്ല. ആയത്തും ഹദീസും സമർപ്പിക്കാത്ത ഒരു പ്രമാണത്തിനെ പറ്റിയിട്ടുള്ള ചർച്ച ഞാൻ വിശ്വസിക്കില്ല. ഒരു മതപരമായ ചർച്ച ഞാൻ വിശ്വസിക്കില്ല. എന്തായാലും ചെറുതാകട്ടെ വലുതാകട്ടെ, ഖുർആനിൽ നിന്ന് ആയത്തോതുക, റസൂലുള്ളാഹിയിൽ നിന്ന് സ്വഹീഹായ സനദിലുള്ള ഹദീസുകൾ പറയാ. അതിൻ്റെ അപ്പുറത്ത് ആലിമീങ്ങൾ പറഞ്ഞ കഥ പറയണ്ട.
അതിൻ്റെ അപ്പുറത്ത് ഇമാമിങ്ങൾ പറഞ്ഞ കഥ പറയണ്ട. അതിൻ്റെ അപ്പുറത്ത് അറബ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള വാക്യങ്ങളുടെ കഷ്ണങ്ങൾ മുറിച്ചു കൊണ്ടുവരണ്ട, കോട്ടുകൾ എടുത്തു കൊണ്ടുവരണ്ട, മറിച്ച് ഖുർആൻ കൊണ്ടുവാ, അതുപോലെ തന്നെ ഹദീസ് കൊണ്ടുവാ. അതാണ് പ്രമാണം. ഹാത്തു ബുർഹാനക്കും, അതാണ് ബുർഹാൻ. ഇങ്ങനെ പോയെങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ. അങ്ങനെ പോണില്ല. എവിടെയെങ്കിലും നമുക്ക് വ്യതിചലനുണ്ടോ? എവിടെയെങ്കിലും വ്യതിചലനുണ്ടോ? നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ ആയത്തും ഹദീസും കിട്ടാത്തതാണോ? നമ്മുടെ മനസ്സിൽ രൂപപ്പെട്ട ഊഹങ്ങൾ, ചിന്തകൾ, ആലമുൽ ഗൈബിനെപ്പറ്റി, ആലമുൽ ഗൈബിലെ സൃഷ്ടികളെപ്പറ്റി, അർവാഹുകളെപ്പറ്റി, അതുപോലെ തന്നെ ബർസഖിനെപ്പറ്റി, ഖബറിനെപ്പറ്റി, മലക്കുകളെപ്പറ്റി, ജിന്നുകളെപ്പറ്റി, ശൈത്താനെപ്പറ്റി എൻ്റെ മനസ്സിൽ രൂപപ്പെട്ടത് ഊഹമാണോ പ്രമാണമാണോ? ഊഹമാണെങ്കിൽ വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ, അതിൻ്റെ പുറകെ പോകണ്ട, വഴിപിഴച്ചു പോകും. ഒരിക്കലും ഒരു സ്റ്റെപ്പ് നമ്മൾ അങ്ങോട്ട് നീങ്ങിപ്പോകാൻ പാടില്ല, വഴി കെട്ടുപോകും. റബ്ബ് സുബ്ഹാനഹു വ തആല കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനൽ ഹബീബി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മൾ പറഞ്ഞു വന്നത് അല്ലാഹു നമ്മളോട് നിർബന്ധമായി ആവശ്യപ്പെട്ട കാര്യമാണ്. നിങ്ങൾ എന്തൊരു കാര്യം സ്വീകരിക്കുന്നുണ്ടോ അതിന് ആയത്തും ഹദീസും നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. അതൊരു ഗസയുമായി ബന്ധപ്പെട്ട, ഫലസ്തീനുമായി ബന്ധപ്പെട്ട ഒരു വാട്സപ്പ് മെസ്സേജ് അത് ഫോർവേഡ് ചെയ്യണമെങ്കിൽ ആ മെസ്സേജിൽ പറഞ്ഞ കാര്യം സൂറത്തുൻ നസ്ർ 1000 വട്ടം ഓതിയാൽ, ഫലസ്തീനിന് ആ നസ്രോതി അള്ളാഹിനോട് ദുആ ചെയ്താൽ ഫലസ്തീനികൾക്ക് അതിൻ്റെ ഉപകാരം കിട്ടുമോ? ഇസ്രായേലിനെ അള്ളാഹു തടഞ്ഞു നിർത്തുമോ? ആയത്തോ ഹദീസോ വേണം. ആയത്തും ഹദീസും ഇല്ലാതെ എത്ര നല്ല വർത്തമാനമെന്ന് തോന്നുന്ന വർത്തമാനം ആര് പറഞ്ഞാലും നമുക്ക് സ്വീകാര്യമല്ല. ഏത് വിഷയത്തിൽ പറഞ്ഞാലും സത്യവിശ്വാസികൾ അത് സ്വീകരിക്കാൻ പാടില്ല. അത് പറഞ്ഞിട്ടല്ലാതെ, അത് തെളിവ് വെച്ചിട്ടല്ലാതെ ഒരു വർത്തമാനവും എൻ്റെ മുൻപിൽ പറയേണ്ടതില്ല എന്നൊരു വിശ്വാസി നിലപാട് സ്വീകരിച്ചാൽ അവൻ ഉറച്ചു നിൽക്കും, അവന് ഉറച്ചു നിൽക്കാൻ കഴിയും. അതുപോലെ തന്നെ വിശ്വാസികളിൽ ഉണ്ടാകേണ്ട മറ്റൊരു ക്വാളിറ്റിയാണ് ചിന്തിക്കാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാതിരിക്കുക എന്നുള്ളത്. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യമുണ്ട്. മനുഷ്യന് മനസ്സിലാവാത്ത ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ മനുഷ്യൻ അതിൻ്റെ പുറകെ പോകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഫക്കറൂ ഫീ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങളെപ്പറ്റിയും നിങ്ങൾ ചിന്തിച്ചോളൂ. വലാ തഫക്കറൂ ഫീ ദാത്തില്ലാഹ്, പടച്ചവന്റെ ദാത്തിനെ പറ്റി നിങ്ങൾ ചിന്തിക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. എല്ലാം ചിന്തിച്ചോ, പക്ഷെ പടച്ചവന്റെ സെൽഫിനെ പറ്റിയിട്ട്, സത്തയെ പറ്റിയിട്ട്, ദാത്തിനെ പറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്ത് ചിന്തിക്കരുത്. അള്ളാഹുവിൻ്റെ സെൽഫിനെ പറ്റി ചിന്തിക്കാൻ നിങ്ങൾ നിൽക്കരുത്. ദാത്തിനെ പറ്റി നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല. നമ്മുടെ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ കഴിയുന്നതല്ല അല്ലാഹു. അതുകൊണ്ട് അതിൻ്റെ പുറകിൽ പോകരുത്. അതുപോലെ തന്നെയാണ് അവൻ്റെ അഫ്ആലുകളും അവൻ്റെ പ്രവർത്തനങ്ങളും അവൻ്റെ സിഫാത്തുകളും അവൻ്റെ സവിശേഷതകളും ഗുണവിശേഷണങ്ങളും അസ്മാഉകളും നാമങ്ങളുമൊക്കെ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവില്ല. അത്തരം കാര്യങ്ങൾ ചിന്തിച്ച് അതിൻ്റെ പുറകെ നിങ്ങൾ പോകരുത്. ശൈത്താൻ വിശ്വാസിനെ കൊണ്ട് ചെയ്യിപ്പിക്കെന്ത? ഒന്ന്, ചിന്തിക്കാൻ പാടില്ലാത്ത ഏരിയയിൽ അവൻ ചിന്തിപ്പിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, യഅതി ശൈത്താനു അഹദുക്കും, ശൈത്താൻ നിങ്ങളിൽ ഒരുത്തൻ്റെ അടുത്തേക്ക് വരും. ഫല്യഖുൽ, എന്നിട്ട് അവനോട് പറയും, മൻ ഖലഖ കദാ മൻ ഖലഖ കദാ, ഇതിനെ ആരാണ് പടച്ചത്, ഇതിനെ ആരാണ് പടച്ചത് എന്നിങ്ങനെ അവൻ്റെ മനസ്സിൽ ചോദ്യങ്ങൾ ഇട്ട് കൊടുക്കും. ഹത്താ യഖൂലു, അവൻ പറയുന്നത് വരെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. എന്ത് പറയുന്നത് വരെ? മൻ ഖലഖ റബ്ബക്, നിന്റെ റബ്ബിനെ ആരാണ് പടച്ചത്?
ഇതിനെ പടച്ചതാരാ? ആകാശം പടച്ചതാരാ? ഭൂമി പടച്ചതാരാ? പ്രപഞ്ചം പടച്ചതാരാ? സൂര്യനെ പടച്ചതാരാ? എല്ലാത്തിനും നമ്മൾ അല്ലാഹു അല്ലാഹു അല്ലാഹു, അവസാനം അവൻ ചോദിക്കും അല്ലാഹനെ പടച്ചതാരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? അത്തരം ചോദ്യം ശൈത്താനിൽ നിന്ന് ഹൃദയത്തിൽ രൂപപ്പെട്ടു കഴിഞ്ഞാൽ ഫഇദാ ബലഗഹു, അത്തരം ചോദ്യം എത്തിക്കഴിഞ്ഞാൽ ഫൽയസ്തഇദ് ബില്ലാഹ്, അല്ലാഹുവിൽ നിങ്ങൾ അഭയം തേടുക, ശരണം തേടുക ശൈത്താനിൽ നിന്ന്. വൽയൻതഹി, എന്നിട്ട് അതിൽ നിന്ന് പൂർണ്ണമായും ഒഴിവായി നിൽക്കുക. അതിനെപ്പറ്റി പിന്നെ ചിന്തിക്കാൻ പാടില്ല. കാരണം നമുക്ക് ചിന്തിച്ചാൽ ഒരെത്തും പിടിയും കിട്ടാത്ത ലോകം നമുക്ക് ചുറ്റുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞതുപോലെ അറിവില്ലാത്തതിൻ്റെ പുറകിൽ പോകരുത്, അറിവില്ലാത്ത കാര്യങ്ങൾ പറയരുത്, അറിവില്ലാത്ത കാര്യങ്ങൾ വിശ്വസിക്കരുത്, അറിവില്ലാത്ത കാര്യങ്ങൾ ആളുകൾക്ക് സന്ദേശമായും മെസ്സേജായും വാട്സപ്പ് മെസ്സേജായും ഒക്കെ ഫോർവേഡ് ചെയ്യരുത്. എല്ലാം അറിഞ്ഞ് മനസ്സിലാക്കിയിട്ടേ ചെയ്യാവൂ. എല്ലാം മനസ്സിലാക്കിയിട്ടേ ചെയ്യാവൂ. അറിയാൻ ഒരിക്കലും പറ്റാത്ത കാര്യങ്ങളുടെ പുറകെ പോവുകയും ചെയ്യരുത്. മനുഷ്യൻ്റെ ബുദ്ധിക്ക് പ്രവേശിക്കാൻ സാധ്യമല്ലാത്ത കാര്യങ്ങളിൽ തലയിടാനും നിൽക്കരുത്. കുറേ കാര്യങ്ങൾ അങ്ങനെയാണ്. നമുക്കറിയില്ല, നമുക്ക് മനസ്സിലാവില്ല, നമ്മളത് അംഗീകരിക്കും. അള്ളാഹു പറഞ്ഞു, റസൂല് പറഞ്ഞു, നമ്മളത് അംഗീകരിക്കും. അതാണ് യഥാർത്ഥ വിശ്വാസിയുടെ നിലപാടുണ്ടായിരിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല ആ നിലപാടുകൾ സ്വീകരിക്കുന്ന വിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ വരുന്ന ഞായറാഴ്ച 28-ാം തീയതി കാക്കനാട് പ്രിയദർശിനി പഞ്ചായത്ത് ഹാളിൽ വെച്ചുകൊണ്ട് മഹ്ശറ എന്ന വിഷയത്തിൽ ബഹുമാന്യനായ പണ്ഡിതൻ സലാഹുദ്ദീൻ ചുഴലി സംസാരിക്കുകയാണ്. നമ്മൾ പറഞ്ഞതുപോലെ ഗൈബിയായ ഒരു വിഷയമാണ്. ആ വിഷയം കേൾക്കുക, പഠിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മഹ്ശർ റസൂലുള്ളയാണ് സംസാരിക്കേണ്ടത്, വിശുദ്ധ ഖുർആനാണ് സംസാരിക്കേണ്ടത്. ആ ഖുർആനും ഹദീസും സംസാരിക്കുന്ന കാര്യങ്ങൾ കേൾക്കുക, വിശ്വസിക്കുക, ഉറപ്പിക്കുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അത്തരം കാര്യങ്ങൾ പഠിക്കാൻ ഉള്ള സമയവും സന്ദർഭവും സദസ്സുകളും നമ്മൾ പാഴാക്കാതെ അത്തരം സദസ്സുകൾ ഉപയോഗപ്പെടുത്തുക. അവിടെ പ്രവേശിക്കുമ്പോഴും അവിടെ ഇരിക്കുമ്പോഴും പഠിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഗൈബിയായ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. എനിക്ക് ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അള്ളാഹും റസൂലും പറഞ്ഞത് മാത്രമേ സ്വീകരിക്കാവൂ. ആലിമീങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ ഉലമാക്കൾ പറഞ്ഞു, ഇമാമിങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ വലിയ മുഹദ്ദിസുകൾ പറഞ്ഞു, മുഫസ്സിറുകൾ പറഞ്ഞു, ഇവരാരും അള്ളയും റസൂലുമല്ല. ദീൻ എന്ന് പറഞ്ഞാൽ ഖാലല്ലാഹു വറസൂലുഹു. ദീനതാണ് ഖാലല്ലാഹു വറസൂലുഹു. അള്ളാഹു അവൻ്റെ റസൂലും പറഞ്ഞതെന്തോ അതാണ് ദീൻ. അതുകൊണ്ട് അള്ളാഹുവും റസൂലും പറഞ്ഞതിൻ്റെ പുറകെ നമ്മൾ നിൽക്കുക. ആലിമീങ്ങൾ പറഞ്ഞോ, ലോകം പറഞ്ഞോ, അതൊന്നും നമുക്കറിയേണ്ട ആവശ്യമില്ല. അള്ളയും റസൂലും പറഞ്ഞതിനോട് ചേർന്ന് നിൽക്കുക. റബ്ബ് സുബ്ഹാനഹു തആല ആ രൂപത്തിൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന വിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ഒന്നൊഴിയാതെ റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബത്തോടു കൂടി പ്രവേശിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീൻ്റെ മണ്ണിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് ആശ്വാസവും സമാധാനം നൽകുമാറാകട്ടെ. അവിടെ മരണപ്പെട്ടു പോകുന്ന നമ്മുടെ വിശ്വാസികൾ അള്ളാഹു അവർക്ക് സ്വർഗ്ഗം നൽകുമാറാകട്ടെ. അവിടെ കഷ്ടപ്പെട്ട പ്രയാസപ്പെട്ട് എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന നമ്മുടെ സഹോദരികൾ സഹോദരന്മാർ അവർക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു തആല സമാധാനവും ആശ്വാസവും നൽകുമാറാകട്ടെ. അവരുടെ രോഗങ്ങൾ, അവരുടെ പട്ടിണികൾ എല്ലാത്തിനും അള്ളാഹു എത്രയും പെട്ടെന്ന് പരിഹാരമുണ്ടാക്കി കൊടുക്കുമാറാകട്ടെ. ജനങ്ങളുടെ മുഴുവൻ സഹായവും ആ ഫലസ്തീൻ്റെ മണ്ണിലേക്ക് റബ്ബ് ഒഴുക്കുമാറാകട്ടെ. അവരെ ഉപദ്രവിക്കുന്ന, അവരെ നശിപ്പിക്കുന്ന, അവർക്ക് പുറകിൽ വേട്ടയാടി നടക്കുന്ന ആ ശത്രുക്കളെ അള്ളാഹു സുബ്ഹാനഹു തആല നശിപ്പിക്കുമാറാകട്ടെ. അവർക്ക് മേൽ ലോകത്തിന് മാതൃകയാകുന്ന വിധത്തിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങുമാറാകട്ടെ. അവൻ്റെ ശാപം ഇറങ്ങുമാറാകട്ടെ. മനുഷ്യരുടെ മുഴുവൻ ശാപവും അവർക്ക് മേലുണ്ടാകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين وآخر دعوانا الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين.